ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന ഒരു ടൊയോട്ട അൽഫാഡ് ആണ്. 2010 മോഡൽ. 2010 ഇമ്പോർട്ട് ചെയ്ത് 2010 തന്നെ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വണ്ടി നിലവിൽ ഗുജറാത്ത് നമ്പറിലാണ് നിൽക്കുന്നത്. 65,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. നമ്മൾ വണ്ടി നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് വണ്ടി ഒന്ന് കാണാം. അപ്പോൾ നമുക്ക് ഇന്ന് ഇതിൻ്റെ ഇൻറ്റീരിയർ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം. നമ്മുടെ അൽഫാഡിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. 2010 ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇത് ഫുള്ളി മോഡിഫൈഡ് ആയിട്ട് ഇതിൻ്റെ ഇൻറ്റീരിയർ നമ്മൾ സീറ്റെല്ലാം മസാജ് ചെയർ, മോട്ടറൈസ്ഡ് റിക്ലൈനർ എല്ലാം ആഡഡ് ആണ്. അപ്പോൾ അതാണ് ഇതിനകത്തെ നമ്മൾ ലേറ്റസ്റ്റ് വേർഷൻ വെൽഫെയറിലുള്ള എല്ലാ ഫീച്ചേഴ്സും ഇതിൻ്റെ സീറ്റിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്, വിച്ച് ഈസ് ആഡഡ്. മോട്ടറൈസ്ഡ് തൈ സപ്പോർട്ട് ആൻഡ് ഓൾ, അതുപോലെ മസാജ് ചെയർ, അതുപോലെ ഇതിൻ്റെ റിക്ലൈനിങ് ഫീച്ചേഴ്സ് എല്ലാം ഇത് മോട്ടറൈസ്ഡ് ആണ് കംപ്ലീറ്റ്ലി. സോ അതുപോലെ 2 സ്ക്രീൻ, എൻ്റർടൈൻമെൻറ്റ് സ്ക്രീൻ 2 ആഡ് ചെയ്തിട്ടുണ്ട് ജസ്റ്റ്. അതുപോലെ ഇൻറ്റീരിയർ ലൈറ്റ്സ് എല്ലാം ഫുൾ ഇത് ഭയങ്കര ആംബിയൻ ലൈറ്റ്സ് എല്ലാം ഭയങ്കര ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം വർക്കിംഗ് ഫൈൻ. അപ്പോൾ ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ശരിക്കും വെൽഫെയറിൻ്റെ എക്സാക്റ്റ് ഫീച്ചേഴ്സാണ്. വെൽഫെയറിൻ്റെ എക്സാക്റ്റ് ഷാസിയിലുള്ള വണ്ടിയാണ്. ദ ഓൺലി ഡിഫറൻസ് ഈസ് എന്താ പറയുക, ഇത് നോൺ ഹൈബ്രിഡ് ആണ്, വെൽഫെയർ വരുന്നത് ഹൈബ്രിഡ് ആണ്. ഇതാണ് അതിനകത്ത് വ്യത്യാസമുള്ളത്. ഇത് V6 പ്യൂർ, ഇത് V6 നേക്കഡ് എഞ്ചിൻ പെട്രോളാണ്, മറ്റേത് ഹൈബ്രിഡിൽ വരുന്നു. അതാണ് ഇതിനകത്തൊരു മേജറായിട്ടുള്ള ഡിഫറൻസ്. അപ്പോൾ ഒരു വെൽഫെയറിൽ ട്രാവൽ ചെയ്യുന്ന എല്ലാ കംഫർട്ടോടും കൂടി യാത്ര ചെയ്യാവുന്ന ഒരു നല്ല വണ്ടി. അപ്പോൾ അങ്ങനെ മസാജ് ചെയർ ആഡറാണ്. ഇറ്റ്സ് ഓൾ വെൽ ഫൈൻ. അത്യാവശ്യം ബാക്കിലെ സീറ്റുകൾ അല്പം കിഡ് സീറ്റാണ്. എന്നിരുന്നാലും ഒരു നോർമൽ സൈസ് ആൾക്കാർക്ക് 2 പേർക്ക് ഇരുന്ന് ട്രാവൽ ചെയ്യാം. ഒരു വിത്ത് ഡ്രൈവർ ഒരു 6 പേർക്ക് വളരെ കംഫർട്ടബിളായിട്ട് ട്രാവൽ ചെയ്യുകയും ബാക്കിൽ അത്യാവശ്യം ലഗേജ് സ്പേസും ഒക്കെ ആയിട്ടുള്ള ഒരു എക്സ്ട്രാ ഓർഡിനറി ലക്ഷറി കാർ. നമ്മൾ മിഡിൽ ഈസ്റ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഫാർ ഈസ്റ്റ് സൈഡിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെയൊക്കെ പിന്നെ ഒരു ലക്ഷറി സെഗ്മെൻറ്റിൽ പെട്ടൊരു വണ്ടിയാണ്. നമുക്കിപ്പോൾ വെൽഫെയർ വന്നതിന് ശേഷം, നാട്ടിലേക്ക് വന്നപ്പോൾ വെൽഫെയർ വന്നതിന് ശേഷമാണ് ഈ ഒരു സെഗ്മെൻറ്റ് വണ്ടി ഇവിടെ വന്നത്. അൽഫാഡ് ഇവിടെ വളരെ കുറച്ച് ഇമ്പോർട്ട് ചെയ്ത് വന്ന വണ്ടികൾ മാത്രമേ ഇന്ത്യയിൽ അങ്ങനെ ഉള്ളൂ. അധികം വണ്ടികൾ ഇന്ത്യയിൽ അൽഫാഡ് വന്നിട്ടില്ല. സോ അപ്പം ബാക്കി വിവരങ്ങൾ നമ്മൾ പറയാം. നിങ്ങൾ നോക്കിയിട്ട് എന്താ പറയുക, ഇൻട്രസ്റ്റഡ് ആൾക്കാർ വിളിക്കുക. അതായത് എന്താ പറയുക, ഇതിൻ്റെ പ്രൈസ് നമ്മൾ വളരെ ചീപ്പറായിട്ടുള്ളൊരു പ്രൈസ് ഇട്ടേക്കണേ. ജസ്റ്റ് 29 lakhs ഓൺലി. നെഗോഷ്യബിൾ ആണ്, ഓൺ ടേബിൾ നെഗോഷിയേഷൻ ഉണ്ടാവും, അതിന് കുഴപ്പമില്ല. അപ്പോൾ ബാക്കി ഇൻട്രസ്റ്റഡ് ആൾക്കാർ വിളിക്കുക. നമ്മുടെ ലൊക്കേഷൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ലോ, നമ്മൾ കലൂരാണ്. കലൂർ സ്റ്റേഡിയത്തിൻ്റെ അടുത്താണ് നമ്മളുടെ ലൊക്കേഷൻ. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആൾക്കാർ വിളിക്കുക. ഇതൊരു വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള വണ്ടിയാണ്. വെൽ മെയിൻറ്റൈൻഡ് മീൻസ് വെരി വെൽ മെയിൻറ്റൈൻഡ്. ഒരു വിധത്തിലുള്ള ഒരു നെഗറ്റീവ്സും ഇല്ലാത്ത ഹൈ ക്വാളിറ്റി ഉള്ള ഒരു വണ്ടിയാണ്. അപ്പോൾ നിങ്ങൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. പിന്നെ സ്ലൈഡിംഗ് ഡോറൊക്കെ പവറാണ്. സോ എല്ലാ ഫീച്ചേഴ്സും ഉള്ള ഒരു വണ്ടി. ബാക്കി എന്താണെന്നുള്ളത് നിങ്ങൾ നേരിട്ട് ഒന്ന് കാണുക, കണ്ട് ടെസ്റ്റ് ചെയ്യുക. അതിനുശേഷം ബാക്കി പ്രൈസ് നെഗോഷിയേഷൻ ബൈ ഓൺ ടേബിൾ ഓൺലി. ഓക്കെ.